ചേട്ടാ, അധികാരത്തിലേറിയ വി.ഡി. സതീശൻ സർക്കാർ വാക്കുകൾ ഓരോന്നും പ്രഖ്യാപനങ്ങൾ ഓരോന്നും പാലിച്ചു വരികയാണ്. ഇപ്പോൾ അടുത്ത KSRTC ബസ്സിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ 100 ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സൗജന്യ യാത്ര നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോഴും എതിരാളികൾക്കൊരു മറ്റൊരു വാർത്തയാണ് അല്ലെങ്കിൽ എതിരാളികൾ ഇതിനെ കുറിച്ച് പറയും 100 ദിവസം കഴിഞ്ഞ് ഇത് തുടർന്നു പോകില്ല, അല്ലെങ്കിൽ KSRTCക്ക് കടബാധ്യത കൂടുതലാവും എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അല്ല, ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 ഗ്യാരണ്ടികളും 5 വാഗ്ദാനങ്ങളുമാണ്. അതിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചതുമായ ഒന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉറപ്പുവരുത്തുമെന്ന് പറയുന്നത്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി അല്ല ഇത്. കാരണം ഇതിനകത്ത് ഒരുപാട് സാമ്പത്തിക വശങ്ങളെ കുറിച്ചെല്ലാം പഠിക്കേണ്ടതുണ്ട്. അത്രത്തോളം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനാണ് KSRTC. സർക്കാർ മാസാമാസം കൊടുക്കുന്ന സഹായം കൊണ്ട് മാത്രമാണ് 100 മുതൽ 125 കോടി രൂപ വരെ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും അടക്കം. അത്തരത്തിൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഒരു സൗജന്യ യാത്ര നടത്തുമ്പോൾ അത് ഭീമമായ നഷ്ടമുണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് സർക്കാർ പ്രാഥമികമായ ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ജൂൺ 15 മുതൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇതുള്ളത്. കാരണം അതിൻ്റെ കൃത്യമായ കണക്കുകൾ 3 മാസം ഓർഡിനറി ബസ്സിൽ മാത്രം ഇതിൻ്റെ സ്ത്രീകൾക്ക് സൗജന്യം അനുവദിക്കുകയാണെങ്കിൽ 57 കോടി രൂപ 3 മാസം കൊണ്ട് 57 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടാവുക. 3 മാസം എല്ലാ ബസ്സിലും കൊടുത്താൽ അത് 115 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം KSRTCക്ക് ഉണ്ടാകും. അപ്പോൾ പ്രതിവർഷം ഏകദേശം 1000 കോടി രൂപയ്ക്ക് മേളിൽ KSRTCക്ക് നഷ്ടമുണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പരീക്ഷണഘട്ടം പോലെ ആദ്യം ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര, പ്രായപരിധിയില്ല, ഒന്നുമില്ല, എല്ലാ സ്ത്രീകൾക്കും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര. അത് 100 ദിവസത്തേക്കാണ് അത് പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ പരീക്ഷണാടിസ്ഥാനത്തിലെ പദ്ധതിയാണ്. അത് കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞ് പദ്ധതി നിർത്തും എന്നുള്ളതല്ല. ഇതിന്റെ 2ാം ഘട്ടത്തിൽ മറ്റ് ബസ്സുകളിലേക്ക് കൂടി ഇത് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കാനാണ് ഈ 100 ദിവസത്തെ പരീക്ഷണ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ നഷ്ടം, ഈ KSRTCക്ക് ഇത് മൂലമുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അത് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് നൽകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTCക്ക് ഇപ്പം നൽകുന്ന ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനൊക്കെ ആയിട്ട് മാസം നൽകുന്ന 100 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 125 കോടി രൂപയ്ക്ക് മുകളിലായി ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മൂലം ഉണ്ടാകുന്ന നഷ്ടം കൂടി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ന് ഗതാഗത മന്ത്രിയും അതേപോലെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും KSRTC MDയും മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. അത് ചർച്ചയിലാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണയുണ്ടായത്. ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദമായി മന്ത്രി ഈ കാര്യങ്ങളും പദ്ധതി എങ്ങനെയായിരിക്കും എന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് വാഗ്ദാനങ്ങളായി മാത്രം നിൽക്കാനുള്ളതല്ല, അത് പാലിക്കപ്പെടേണ്ടത് കൂടിയാണ് എന്ന് ഒരു ജനകീയ ഭരണകൂടം തീരുമാനിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ കേരളം കാണുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശമാരുടെ ഓണറേറിയം കൂട്ടി, അതുപോലെ കേരളയിൽ മഞ്ഞക്കുറ്റിയെടുത്ത് അറബിക്കടലിൽ എറിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നോ ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായ അന്വേഷണങ്ങൾ, നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ജനകീയ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നു, ജനങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. നിയമസഭയിൽ മുഖ്യമന്ത്രി വെച്ച ധവളപത്രത്തിൽ പറഞ്ഞിരുന്നു KSRTCയും ജലവകുപ്പുമാണ് ഏറ്റവും കൂടുതൽ നഷ്ടത്തിൽ പോകുന്ന 2 വകുപ്പുകൾ എന്ന് പറയുന്നത്. അതേസമയം KV ഗണേഷ് കുമാർ, മുൻ ഗതാഗത മന്ത്രിയായി ഇറങ്ങുമ്പോൾ നഷ്ടത്തിൽ നിന്നും കരകയറ്റി ലാഭത്തിലേക്ക് കുതിപ്പിച്ചു എന്നുള്ള ഒരു വാദവുമായിട്ടാണ് ഗണേഷ് കുമാർ ഇറങ്ങിയത്. അല്ല, അതൊക്കെ വെറും പറച്ചിലുകൾ മാത്രമാണ്. ലാഭത്തിലാണ് കോർപ്പറേഷൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, KSRTC എന്ന് പറയുന്ന കോർപ്പറേഷൻ ലാഭത്തിലാണ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ എന്തിനാണ് മാസം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അവർക്ക് പണം കൊടുക്കുന്നത്? അപ്പൊ തന്നെ അറിയാലോ അത് അത്രത്തോളം സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ടിക്കറ്റ് വരുമാനവും മറ്റ് ഇതര വരുമാനങ്ങൾ കൊണ്ട് മാത്രം ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിന്റെ ഡീസൽ ചെലവ്, മെയിൻ്റനൻസ് ചെലവ്, അത് മാത്രമാണ് KSRTCയുടെ പ്രധാന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ജീവന
ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും KSRTCയുടെ കഴിയാത്തത്, ആ കോർപ്പറേഷന് കഴിയാത്തതുകൊണ്ടാണല്ലോ സർക്കാർ ഖജനാവിൽ നിന്ന് പണം അടയ്ക്കുന്നത്. ഇപ്പം മന്ത്രിമാർക്ക് പറയാം എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുത്തു. എങ്ങനെയാണ്? കോർപ്പറേഷൻ ലാഭത്തിലായതുകൊണ്ട് അതിന്റെ പൈസ കൊണ്ടോ അല്ല, കാരണം അതിനുള്ള പൈസ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ ഖജനാവിലെ പൈസ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് കോർപ്പറേഷൻ ലാഭത്തിലേക്ക് കുതിച്ചു എന്ന് പറയുന്നത്? ജീവനക്കാർക്ക് ശമ്പളം 1-ാം തീയതി കൊടുത്തു. കുറെ നാളായി KSRTC ശമ്പളം കൃത്യമല്ലാത്ത രീതിയിലായിരുന്നതിൽ നിന്ന് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം സർക്കാരിന്റെ കൂടുതൽ അധിക സഹായം ഉറപ്പുവരുത്തി 1-ാം തീയതി ശമ്പളം കൊടുത്തു എന്ന് പറയുന്നതാണ്. അല്ലാതെ കോർപ്പറേഷൻ ലാഭത്തിലായി എന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഖജനാവിൽ നിന്നുള്ള പണം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. അതെ, അത് മാത്രമല്ല, ഈ പുറത്തിറങ്ങി അധികമായിട്ട് പ്രീമിയം ബസ്സുകൾ പുറത്തിറക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വീഡിയോ പബ്ലിഷ് ചെയ്ത് ഇതാണ്ട ഗതാഗത മന്ത്രി എന്നുള്ള ഒരു PR കൂടി ഈ ഗണേഷ് കുമാർ നടത്തിയിരുന്നു. എങ്കിലും ജനങ്ങൾക്ക് അറിയുന്നിരുന്നില്ല. ആ ഒരു സമയത്ത് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല KSRTC എന്ന ആ ഒരു പൊതുമേഖലാ സ്ഥാപനം വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയായിരുന്നു. ഇതൊരു മറച്ചു വെച്ചതിന് ഈ കഴിഞ്ഞ LDF സർക്കാർ ഇതിന്റെ ഒരു കൂട്ടുപ്രതിയല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ KSRTC ബസ് ഇറക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. ഇഷ്ടംപോലെ മന്ത്രിമാരായിരുന്നവരെല്ലാം ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട്. ആ മന്ത്രിമാരെല്ലാം വന്ന് ഓടിച്ചു നോക്കി ബസ് നല്ലതാണ്, ഗംഭീരമാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇന്നരത്തിൽ കൂടെ ഓടിയത്. അപ്പൊ അതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗമാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാഹനം ഓടിച്ച് ഗംഭീരമാണെന്ന് പറയലും, അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ഒരു കുപ്പിയെടുത്ത് ഡ്രൈവിംഗ് ഗ്ലാസിനോട് ചേർത്ത് വെച്ചതിന് സ്റ്റേറ്റ് കാർ കൊണ്ട് തടഞ്ഞിട്ട് ഡ്രൈവറെ പൊതുനിരത്തിൽ ഇറക്കി നിർത്തി അസഭ്യം പറയുന്നതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അതെല്ലാം ഒരു PR വർക്കും സോഷ്യൽ മീഡിയ എക്സസൈസും കൊണ്ടാണ്, കയ്യടി കിട്ടാനും അതുപോലെ തന്നെ അത്തരത്തിലൂടെയുള്ള ആൾക്കാരെ ആകർഷിക്കാനാണ്. പക്ഷെ ജനം അത് വിശ്വസിച്ചില്ലല്ലോ. അത് മാത്രമല്ല ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞല്ലോ, ഈ KSRTC ബസിന്റെ ക്ലാസിന്റെ ഫ്രണ്ടിൽ കുപ്പി കൊണ്ടുപോയി വെച്ച ഡ്രൈവർ അസഭ്യം പറഞ്ഞ മന്ത്രിക്ക് 17 വയസ്സിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. അത് മാത്രമല്ല, അദ്ദേഹം പ്രചരണത്തിന്റെ സമയത്ത് ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുത്തത് അത് MVD വകുപ്പ് കരിമ്പട്ടികയിൽ ചേർത്തിരുന്ന ഒരു ബൈക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്ര വലിയ വിരോധാഭാസമായിരുന്നു കഴിഞ്ഞ ഗതാഗത മന്ത്രി ചെയ്തു കൂട്ടിയത്. അല്ല, ഗതാഗത മന്ത്രി ആ സമയത്ത് പലതും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് 5000 കാമുകിമാരുണ്ടെന്നൊക്കെ ജനത്തിന്റെ മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും വന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിൽ മേനിമേടിച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് പത്തനാപുരത്തെ ജനം മനസ്സിലാക്കി. അതുകൊണ്ടാണ് നല്ല മാർജിനിൽ തോപ്പിച്ച് ഇപ്പോൾ വീട്ടിൽ ഇരുത്തിയത്. കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്നും ഒരു സ്ഥലം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും എൻ്റെ കുടുംബ സ്വത്താണ് ഒരു മണ്ഡലമെന്നും വിചാരിക്കുന്നതിൻ്റെ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് തിരിച്ച് കരകയറി വരാൻ അത്രത്തോളം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം അപ്പുറത്തും പണി അറിയാന്നുള്ള ആളാണ് ജയിച്ചു വന്നിരിക്കുന്നത്. കൃത്യമായി മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വൃത്തിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ്. നമ്മൾ ചാനൽ ചർച്ചകളിലെല്ലാം കാണുന്നതാണ്. വെറുതെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങൾ, കൃത്യമായ വിവരങ്ങൾ പഠിച്ചു പറയുന്ന ആള്. പിന്നെ മണ്ഡലത്തിൽ പുള്ളി ആദ്യം മത്സരിച്ച് തോറ്റുപോയിട്ടുണ്ടാകും. പക്ഷെ 5 വർഷം മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയത് കൊണ്ടാണ് ഇപ്പൊ ജയിച്ചത്. അപ്പൊ ഇനി ഈ പറയുന്ന PR എക്സസൈസ് കൊണ്ടും അല്ലെങ്കിൽ കഴുത്തിൽ കുറെ ലേപ്പൽ ഇതാണ്, എപ്പോഴും നോക്കിയാലും ആ മന്ത്രിയുടെ ഉടുപ്പിൽ മൊത്തം ലേപ്പലാണ്. കാരണം അത്രയ്ക്ക് മാത്രം സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ചാനലിലും എല്ലാം കൊണ്ടാണ് നടക്കുന്നത്. ഒരു വീട് വെച്ച് കൊടുക്കുന്നു, ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. എല്ലാത്തിലും ഒരു PR എക്സസൈസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാലവും ജനം അംഗീകരിക്കില്ല. ആദ്യം ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും, പിന്നെ ഇതിന്റെ നിജസ്ഥിതി വരുമ്പോൾ കയ്യടി നിർത്തും. അതാണ് ഇപ്പൊ നമ്മൾ പത്തനാപുരത്ത് കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടൊരു മറ്റൊരു വാർത്തയാണ്. അത് നമ്മുടെ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ, അദ്ദേഹം പറയുകയാണ് സ്ത്രീകൾക്കൊപ്പം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകുന്നുണ്ടല്ലോ, അപ്പൊ അതിനൊപ്പം 12ാം തരം വരെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു ആൺകുട്ടികൾക്കും സൗജന്യ യാത്ര നൽകണമെന്ന്. എന്തുകൊണ്ട് ജോസ് കെ മാണി ഇതിനു മുമ്പുള്ള സർക്കാരിലേക്ക് ചോദിച്ചില്ല ഈ ഒരു KSRTC ബസ്സിൽ സൗജന്യ യാത്ര നടത്തണമെന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നൽകണമെന്ന് എന്തുകൊണ്ട് ഭരണകക്ഷിയായിരുന്ന LDFനോട് അല്ലെങ്കിൽ സഖ്യകക്ഷിയോട് ചോദിച്ചിരുന്നില്ല? എന്തുകൊണ്ട് UDF സർക്കാരിനോട് ആവശ്യപ്പെടുന്നു? അല്ല, തോറ്റ് വീട്ടിൽ ഇരുന്നപ്പോഴാണ് ജനം എന്നോ ആൾക്കാരുണ്ടെന്നും ജനത്തിന് സേവനം ചെയ്യണമെന്നും ജനങ്ങൾക്കൊപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്താലേ ജനം വോട്ട് ചെയ്ത് ജയിപ്പിക്കുള്ളൂ എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്നതിന്റെ ബഹളത്തിലായിരുന്നു, അതിലായിരുന്നു രമിച്ചിരുന്നത്. അപ്പൊ ജനത്തെ മറന്നു, ജനത്തെക്കുറിച്ച് അന്ന് ഓർമ്മിച്ചില്ല. ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്തു ഈ സർക്കാർ, ജനങ്ങൾക്കൊപ്പമാണോ അതോ ജനവിരുദ്ധമായ പ്രവർത്തികളാണോ ചെയ്യുന്നതെന്നൊന്നും അന്ന് ആലോചിച്ചില്ലല്ലോ. അന്ന് ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അതിൽ കിട്ടുന്ന എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടല്ലോ അതെല്ലാം വാങ്ങി ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ ജനം മനസ്സിലാക്കി ജനത്തിനൊന്നും ചെയ്തില്ല, അതുകൊണ്ട് വീട്ടിലിരുത്തി. അപ്പോഴാണ് ജനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. പിന്നെ എല്ലാവർക്കും സൗജന്യം കൊടുക്കണമെന്ന് പ്രതിപക്ഷത്തിരുന്ന് പറയാം. കാരണം KSRTC അത്ര വലിയ സാമ്പത്തിക ലാഭത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമല്ല. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ തന്നെ ഇവിടുന്ന് സർക്കാർ അങ്ങോട്ട് പണം കൊടുക്കുകയാണ്.
അപ്പം ഞങ്ങളുടെ കാലത്ത് നടപ്പിലാക്കൂല, പക്ഷെ നിങ്ങൾ അത് നടപ്പിലാക്കണം, എന്നിട്ട് നിങ്ങൾ ആ KSRTC പ്രതിസന്ധിയിലാക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അടക്കമുള്ള സംവിധാന സൗകര്യങ്ങൾ ഇവിടെ കാലാകാലങ്ങളായി നൽകുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയാത്ത ആളല്ല ജോസ് കെ മാണി. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രതിസന്ധിയിലാക്കുക. ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഇതൊന്നും ചെയ്യത്തില്ല, ജനത്തെ കാണത്തില്ല, പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയും തോറ്റ് വീട്ടിയിരിക്കുമ്പോൾ ഭരണത്തിരിക്കുന്നവർ ഇത് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഈ പ്രയോഗവും ഈ പറഞ്ഞ പറച്ചിലും. UDF മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, അതായത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച വാഗ്ദാനങ്ങൾ, അത് പൊളിയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നോക്കി ജാഗരൂകരായിട്ടിരിക്കുന്ന ഒരു കൂട്ടരുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ പേരിൽ നമ്മുടെ സർക്കാർ എന്ത് നടപടിയായിരിക്കും ഇത് പൊളിയാതിരിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് ചേർന്ന് നിന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? അല്ല, ഇതിനെതിരെ പൊളിക്കാനുള്ള സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതല്ലേ. ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് സ്ത്രീകളുടെ സൗജന്യ യാത്ര നടത്തണമെന്ന് പറഞ്ഞ് എല്ലാ KSRTC ബസ്സിലും കയറി സൗജന്യ യാത്ര നടത്തി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു സർക്കാർ വന്ന് ആ സർക്കാർ ഇത്തരം കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്ത് അതിന്റെ വരുംവരായികളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സമയം പോലും കൊടുക്കുന്നില്ല. അതിനുമുമ്പ് സർക്കാർ വരുന്ന മുമ്പ് ഇവിടെ സമരം നടത്തി കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം എന്താണ് പ്രതിപക്ഷത്തിന്റെ ലൈൻ എന്നോ. അതിപ്പോ BJP ആയിരുന്നാലും CPM ആയിരുന്നാലും ഇടത് പാർട്ടികളായിരുന്നാലും എല്ലാം ലൈൻ അതായിരിക്കും സർക്കാരിനെതിരെയുള്ള. അപ്പൊ സർക്കാർ എന്താണ് കാണിക്കുന്നത്? കൃത്യമായി ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തുക, എങ്ങനെയാണ് എന്താണ് ജനം ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ആദ്യ മന്ത്രിസഭാ യോഗം മുതൽ ഇന്ന് ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ച വരെ ജനത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുക, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായ രേഖകൾ പുറത്തുവിടുക, എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായതെന്ന് പറയുക, കഴിഞ്ഞ സർക്കാരിന്റെ വീഴ്ചകൾ എടുത്ത് കാണിക്കുക, ഇതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. പിന്നെ ഇനിയുള്ള വാഗ്ദാനങ്ങൾ കുറച്ചുകൂടി വലുതാണ്. ക്ഷേമ പെൻഷൻ 3000 ആക്കും എന്നുള്ളത് ഇന്ദിരാ ഗ്യാരണ്ടിയിലൊക്കെ ഉൾപ്പെടുത്തിയതാണ്. ഇനി ബഡ്ജറ്റ് വരുമ്പം എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്, എന്തൊക്കെ വാഗ്ദാനങ്ങളുണ്ട്, ഏതൊക്കെ മേഖലകൾക്ക് അധിക തുക വകയിരുത്തിയിട്ടുണ്ട്, KSRTCക്ക് അധികമായി ബഡ്ജറ്റ് വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലെ ബഡ്ജറ്റ് കൂടി വരുമ്പോൾ വ്യക്തമാവും.